ആദ്യം ആന്ധ്രാപ്രദേശിൽ നിന്ന് വരുന്ന ഒരു വല്ലാത്ത വാർത്തയിലേക്കാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രതീക്ഷിച്ച് പാഴ്സൽ തുറന്ന യുവതി കണ്ടത് വെട്ടിമുറിച്ച ശരീരഭാഗങ്ങൾ. 1,30,00,000 രൂപ നൽകിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്ന കുറിപ്പും പാഴ്സലിനൊപ്പം ഉണ്ടായിരുന്നു. വെസ്റ്റ് ഗോദാവരി ജില്ലയിലെ നാഗതുളസിയിൽ നിന്നാണ് ശരീരഭാഗങ്ങൾ അയച്ച് പണം തട്ടാൻ ശ്രമിച്ചത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. പോലീസ് അന്വേഷണത്തിൽ 5 ദിവസം പഴക്കമുള്ള പുരുഷന്റേതാണ് മൃതദേഹമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രിയായിരുന്നു ഭീതിപ്പെടുത്തുന്ന സംഭവം. ആന്ധ്രാപ്രദേശ് വെസ്റ്റ് ഗോദാവരി ജില്ലയിലെ നാഗതുളസി പുതിയ വീട് വയ്ക്കുകയാണ്. ഒരു സംഘടനയുടെ കൂടി സഹായത്തോടെ വയ്ക്കുന്ന വീട്ടിലേക്ക് അവർ ഇലക്ട്രോണിക് സാധനങ്ങൾ അയക്കുമെന്ന് നാഗതുളസിയെ അറിയിച്ചിരുന്നു. ഇന്നലെ രാത്രി വീട്ടിലേക്ക് കൊറിയറുമായി ഒരാളെത്തി. കൊറിയർ വാങ്ങി തുറന്നു നോക്കിയ കുടുംബം ഒന്നാകെ ഞെട്ടി. തലയും ഉടലുമൊക്കെ വെട്ടിമുറിച്ച മൃതദേഹം. നാൽപ്പത്തിയഞ്ച് വയസ്സ് മാത്രം തോന്നിക്കുന്ന പുരുഷന്റേതാണ് ശരീരഭാഗങ്ങൾ. 5 ദിവസത്തെ പഴക്കമുണ്ട്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പാഴ്സലിനൊപ്പം ഒരു കത്തും ലഭിച്ചിരുന്നു. 1,30,00,000 രൂപ നൽകിയില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് കത്തിൽ പറഞ്ഞിരുന്നത്. വിവരമറിഞ്ഞെത്തിയ വെസ്റ്റ് ഗോദാവരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരീരഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. കൊല്ലപ്പെട്ടത് ആര്, എന്തിന് കൊന്നു, അതിനെല്ലാം അപ്പുറം സഖി തുളസിയുടെ വീട്ടിലേക്ക് പാഴ്സൽ അയച്ചതിനു പിന്നിലെ ഉദ്ദേശം എന്ത്? ചോദ്യങ്ങൾ നിരവധിയാണ്. പോലീസ് അന്വേഷണം കൊറിയർ കൊണ്ടുവന്നയാളിനെ ചുറ്റിപ്പറ്റി നടക്കുന്നു. ചെന്നൈയിൽ നിന്നും ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24.